പ്രശ്നമേ ഇല്ല. ഇവിടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്തും അതുപോലെ ജനവാസ കേന്ദ്രവുമാണ് ഈ കുമ്പ്ര പാർക്ക് എന്ന് പറയുന്നതിൻ്റെ തൊട്ട് സമീപമെല്ലാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു കാരണവശാലും അനുവദനീയമല്ലാത്ത ഒരു നടപടിയാണ് ഈ ഭക്ഷ്യ സംസ്കരണ പാർക്കിൽ ഇതുപോലെയുള്ള ഒരു ബയോമെഡിക്കൽ മാലിന്യ പ്ലാന്റ്. മാരകമായ രോഗങ്ങൾ പരത്താൻ കഴിയുന്ന, ഉഗ്രശേഷിയുള്ള രോഗങ്ങൾ പരത്താൻ കഴിയുന്ന ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഈ ഭക്ഷ്യ സംസ്കരണ പാർക്കിനുള്ളിൽ കൊണ്ടുവന്ന് സംസ്കരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ വിധത്തിലും ഉള്ള സ്ഥാപനങ്ങളും അടച്ചുപൂട്ടപ്പെട്ടു പോകുന്നു എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇവിടുത്തെ ജനവാസ കേന്ദ്രം തൊട്ടടുത്ത് ജനവാസ കേന്ദ്രമാണ്. ഇത് കേന്ദ്ര പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്നത് ബഫർ സോണായിട്ട് 500 മീറ്ററിനുള്ളിൽ വീടുകളും മറ്റ് സാധനവും വരരുതെന്നാണ് പറയുന്നത്. അതെല്ലാം ഇവർ DPRൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ ജനവാസ കേന്ദ്രം 10 കിലോമീറ്റർ മാറി അടൂരാണെന്നും 9 കിലോമീറ്റർ കിഴക്ക് മാറി പത്തനാപുരമാണെന്നുമാണ് ഇവിടെ DPRൽ കാണിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ഇവിടെ മുഴുവൻ കാടുകൾ ഉൾപ്പെട്ട സ്ഥലം, ജനവാസ യോഗ്യമല്ലാത്ത സ്ഥലമാണെന്നാണ് കാണിച്ചിട്ടുള്ളത്. ഈ DPR ഈ സ്ഥലത്ത് വന്ന് നോക്കിയാൽ ഇതുമായി യാതൊരു ബന്ധവുമില്ല. തൊട്ടടുത്ത 60 മീറ്റർ സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുടിവെള്ള സ്രോതസ്സായിട്ടുള്ള കല്ലടയാറ്റിലേക്ക് ഒഴുകി പോകുന്ന വലിയ തോട് ഇവിടുന്ന് 200 മീറ്റർ ചുറ്റളവിലാണ് അത് ഉത്ഭവിച്ചു പോകുന്നത്. അപ്പോൾ അതുവഴി കല്ലടയാറ്റിലൂടെ നമ്മുടെ അഷ്ടമുടിക്കായൽ വരെ ഇത് പടരും. മറ്റേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ജലജീവൻ മിഷന്റെ 3 പഞ്ചായത്തിലേക്കുള്ള കുടിവെള്ളത്തിന്റെ ടാങ്ക്, അതിന്റെ കിണർ സ്ഥാപിക്കുന്നത് ഇതിനോട് ചേർന്നുള്ള കല്ലടയാറിനോട് ചേർന്നുള്ള കടുവാത്തോട്ടിലാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ടും നമുക്ക് ഒരു കാരണവശാലും ഈ നാട്ടിലെ ഒരാൾ പോലും ഇതിന് നിൽക്കുകയില്ല. പഞ്ചായത്ത് കമ്മിറ്റി പ്രത്യേകമായി യോഗം ചേർന്ന്, പ്രത്യേക ഗ്രാമസഭ യോഗം ഞങ്ങൾ ഈ 2 ദിവസം കൊണ്ട് ചേർന്ന് അങ്ങനെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. IMA അല്ല, ഇനി സുപ്രീം കോടതി വിചാരിച്ചാലും ഇവിടെ ഈ പ്ലാന്റ് സ്ഥാപിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഒരു കാരണവശാലും അനുവദിക്കില്ല. ഞങ്ങൾ അതിൻ്റെ കൂടെ മരണം വരെയുള്ള പോരാട്ടം നടത്തും. നിങ്ങൾക്കറിയാമല്ലോ, വിളപ്പശാല ഉൾപ്പെടെയുള്ളത് സുപ്രീം കോടതി വിധിയും കൊണ്ട് വന്നിട്ട് ഈ നാട്ടിൽ നടന്നിട്ടില്ല. അതുപോലെ ഈ ജനശക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജനകീയ കോടതിയായിട്ടുള്ള ഗ്രാമസഭകളിലൂടെ ജനങ്ങൾ ഉയർത്തിയ വികാരം, ആ വികാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഹിയറിംഗിൽ ആയിരക്കണക്കിന് ആളുകളാണ് വന്നത്. അറിയോ, സാധാരണ ഒരു ഹിയറിംഗ് നടക്കുമ്പോൾ ഇങ്ങനെ 10, 15, 20 പേരാണ് വരുന്നത് ഒരു പ്രോജക്റ്റിന് വരുമ്പോൾ. പക്ഷെ ഇതങ്ങനെയല്ല. ആയിരക്കണക്കിന് ആളുകൾ, അവർ വാമ്പാലവൃത്തം ജനങ്ങൾ, കുഞ്ഞുങ്ങൾ, സ്കൂൾ കുട്ടികൾ, അധ്യാപകർ, കർഷകര്, അതുപോലെ തന്നെ സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ള ആളുകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ, MLA, MP, ജില്ലാ പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളാകാം, ഈ നാടാകെ ഇതിനെതിരായിട്ട് ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു ഹിയറിംഗ് ആണ് ഇവിടെ നടന്നത്. ഒരു കാരണവശാലും ഈ പ്ലാന്റ് ഇവിടെ അനുവദിക്കുവാനും ഇവിടെ പ്രവർത്തിക്കുവാനും അവിടെ ഇതിനെ കാലുകുത്താൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. അതിൽ പിന്നെ ബാക്കി കാര്യങ്ങൾ, ഇവിടെ IMAയുടെ ആളുകളോ ഈ പ്രോജക്റ്റുമായിട്ട് അവിടെ കാലുകുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ പോയി പരിശോധിക്കേണ്ടതാണ്. അവിടെ കേവലം 3 ഏക്കർ സ്ഥലമേ ഉള്ളൂ. പാലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് 25 ഏക്കർ ജനതവിടമല്ലാത്ത ഭാഗത്ത് മാറി 5 ഏക്കർ സ്ഥലമാണ് ഇവർ മാലിന്യ പ്ലാന്റിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേവലം 3 ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിൽ DPRൽ പറയുന്നത് 1 ഏക്കർ സ്ഥലം ഇവർക്ക് അവിടെ ഈ ചെടികളൊക്കെ വെച്ചു പിടിപ്പിക്കാനാണ്. പിന്നെ വരുന്ന 2 ഏക്കർ സ്ഥലത്താണ് 20 ടൺ മാലിന്യങ്ങൾ അവിടെ കുന്നുകൂട്ടി ഒരു ദിവസം അവരിത് കത്തിക്കുമെന്ന് പറയുന്നത്. ഇൻസുലേറ്ററൂടെ 20 ടണ്ണ്. അപ്പോൾ 20 ടണ്ണ് ഒരു ദിവസം കത്തിച്ചാൽ ഉണ്ടാകുന്ന അപകടം, അതിൽ 75,000 ലിറ്റർ ജലം ഇതിന് ഒരു ദിവസം ആവശ്യമായിട്ട് വരും. നമുക്ക് സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കാവുന്നതാണ്. 20 ടൺ മാലിന്യങ്ങൾ കത്തിച്ചു വരുന്നതിന്റെ പുക ഈ അന്തരീക്ഷത്തിലാകെ വന്നാൽ ഇവിടെ കർഷകരാകെ പരാജയപ്പെട്ടു പോകും. കർഷകരുടെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഈ പരാഗണം നടക്കണമെങ്കിൽ പ്രാണികൾ വേണം, ശലഭങ്ങൾ വേണം, ജീവികൾ വേണം. ഇവിടെ ഈ മനുഷ്യരാശി മാത്രമല്ല, ജീവജാലങ്ങൾക്കും എല്ലാം ഇത് ഭീഷണിയാണ്. കർഷകരടക്കമുള്ള ആബാലവൃത്തം ജനങ്ങളും ഈ നാടിനെ ഈ ഉന്മൂലനം ചെയ്യുന്ന ഈ പ്ലാന്റിനെതിരായി ഒറ്റക്കെട്ടായി നിൽക്കും എന്നാണ് എനിക്ക് അവസരത്തിൽ മാധ്യമങ്ങളായ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്.